നമ്മുടെ മക്കളെ മനസ്സ്, ആ മനസ്സെല്ലാം എന്താ പറയാ, ഒരു തരം ദേഷ്യത്തിൻ്റെ മനസ്സായിട്ട് മാറുക. സ്കൂൾ കലാലയങ്ങളിൽ പോലും തല്ലാണ്. മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും ചെറിയ വിദ്യാർത്ഥികൾ ഏതൊക്കെയോ സിനിമയിൽ ആരൊക്കെയോ ചെയ്തതിൻ്റെ പേരിൽ അത് അഭിനയമാണെന്ന് പോലും ആലോചിക്കാതെ തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠിയെ കൂട്ടം കൂടി തല്ലുന്ന കാലം നിങ്ങൾ ഇന്ന് വായിച്ചോ എന്ന് എനിക്കറിയില്ല. പാലക്കാട് ജില്ലയിൽ ബംഗ്ലാദേശിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു മനുഷ്യനെ കൂട്ടമായിട്ടടിച്ചു കൊന്നു. രണ്ടാം കൊലയാണ് പാലക്കാട് ജില്ലയിൽ കൂട്ടമായിട്ട് തല്ലിച്ചതച്ച് കൊന്നത്. രണ്ടാമത്തെ കൊലയാ. അല്ലാഹു തആല നമ്മുടെ സമുദായത്തെ, മനുഷ്യരെ അല്ലാഹു നന്നാക്കി തരട്ടെ. ഇങ്ങനത്തെ ഒരു വർഗീയ ചിന്തയിലേക്ക് ഏത് വിഷയം വന്നാലും അത് വർഗീയമായി വൽക്കരിക്കപ്പെടുന്ന ഈ ലോകത്തേക്ക് നിങ്ങൾ അതൊന്നുമല്ല ആലോചിക്കേണ്ടത്. ഓരോരുത്തരും മനുഷ്യനാണ്. നിങ്ങൾ മനുഷ്യരുടെ കൂടെ നിൽക്കണമെന്നുള്ള ആ ഒരു വലിയ പ്രമേയം ഏറ്റെടുത്ത് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവിടുത്തെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്ര സംഘടിപ്പിച്ചത് കേരളത്തിലുള്ള SYSകാർക്ക് മാത്രമല്ല, മുസ്ലിം ജമാഅത്തുകാർക്ക് മാത്രമല്ല, മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ്. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണണം. മനുഷ്യന്റെ കൂടെ നമ്മൾ മനുഷ്യത്വമുള്ളവരെ ഉറച്ചു നിൽക്കണമെന്നുള്ള പാഠം പഠിപ്പിക്കാൻ വന്യവയോധികനായ ആരോഗ്യ പ്രശ്നങ്ങൾ വകവെക്കാതെ ഒന്നരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകൾ അത് ഏറ്റെടുത്ത് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ, എന്റെ ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, നമ്മൾ അത് ഇടനെഞ്ചിലേക്ക് ചേർത്തി പിടിച്ച് വിജയത്തിലേക്ക് എത്തിക്കണേ എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആയിരാരോഗ്യം നൽകുമാറാകട്ടെ. നമ്മളെ പ്രായമല്ലല്ലോ, നമ്മുടെ പ്രായമല്ല. ഒന്നരായ ഉസ്താദ് അവരുടെ പ്രായം വകവെക്കാതെ, ആരോഗ്യത്തെക്കുറിച്ച് ആലോചിക്കാതെ ഉസ്താദ് അവരുകളെ ഇറങ്ങാണ് മനുഷ്യന്മാരുടെ ഇടയിലേക്ക് മഹല്ലുകളിലുള്ള ഏതെങ്കിലും സുന്നത്തി ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഇടയിലേക്ക് മാത്രമല്ല, സകല മനുഷ്യരെയും മനുഷ്യരായി കാണണമെന്ന് ലോകരോട് വിളിച്ചു പറയാൻ അങ്ങകലെ ഫലസ്തീനിന്റെ മണ്ണിൽ ഗസായിൽ പിടഞ്ഞു വീണ് മരിച്ച മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയ ആ ചെറിയ പിഞ്ചോമന മക്കള് നമുക്ക് വല്ലതും പറ്റിയാൽ ഉമ്മാന്റെ അടുക്കൽ വന്ന് വേവലാതി പറയാൻ നമുക്ക് അവസരമുണ്ടെങ്കിൽ ആ അവസരം നഷ്ടപ്പെട്ടു പോയ ആ പിഞ്ചോമന മക്കളുടെ കാര്യം ലോകരോട് വിളിച്ചു പറയാൻ അങ്ങകലെ സുഡാനിൽ സ്വർണത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിലെ തന്നെ ചില ഭരണാധികാരികളുടെ സപ്പോർട്ടോടുകൂടെ ആ പാവപ്പെട്ട മനുഷ്യന്മാരെ കത്തിച്ച് കളയുന്ന തരത്തിലേക്ക് മനുഷ്യന്മാരുടെ മനസ്സ് മാറിയപ്പോ അവർക്കടക്കമുള്ളവർക്ക് ബോധം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇടം പിടിക്കുമ്പോൾ ആ ഉസ്താദിന് നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്തേ മതിയാവൂ. അത് നമ്മുടെയും കൂടെ യാത്രയാണ്, അത് കേരളത്തിന്റെ യാത്രയാണ്. അല്ലാഹു തആല വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ.